ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മൾ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ചാപ്റ്റർ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പല സെഷനുകളായി നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മുടെ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന്റെ ശേഷം എന്ത് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കി, വനിതാ കമ്മീഷൻ അല്ലെ, കമ്മീഷൻ ഫോർ വിമൻസ്, അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് അല്ലെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാനുള്ളത് അല്ലെ. ആരാണ് ന്യൂനപക്ഷങ്ങൾ? ആരാണ് മക്കളെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്? ആരെയാണ് നമ്മൾ ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കല്? അതായത് നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് അല്ലെ. ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട് അല്ലെ, മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട് അല്ലെ, സാംസ്കാരികപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ ട്രഡീഷൻസ് ഒക്കെ സംരക്ഷിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള അതോറിറ്റിയാണ് ഇത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി കമ്മീഷൻ. ഏതൊക്കെ മതങ്ങളാണ് നമ്മുടെ രാജ്യത്ത് മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്നത്? ഏതൊക്കെയാ? ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള, നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് രേഖകളിലൊക്കെ നമ്മൾ സാധാരണ മുസ്ലിം മതം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം ഒക്കെ തുടങ്ങിയിട്ടുള്ള മതങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ന്യൂനപക്ഷ മതങ്ങളായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് ചെയ്തിട്ടുള്ളത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരുടെ അവകാശങ്ങളും ഇവരുടെ പാരമ്പര്യവും ഇവരുടെ മറ്റ് എന്താ പറയുക കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി, അതിനു വേണ്ടിയിട്ട് രൂപീകരിച്ച രൂപീകരിച്ചിട്ടുള്ള സമിതിയാണ് ഇത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൈനോറിറ്റി കമ്മീഷൻ? എന്താണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണ്? ടു എൻഷുർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ് ഓഫ് ദ കൺട്രി ആൻഡ് ലോസ് ഇനാക്റ്റഡ് ഫോർ ദെയർ well-being are effectively implemented അല്ലെ. അതായത് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ന്യൂനപക്ഷങ്ങളുടെ മൈനോറിറ്റീസിന്റെ എന്ത് പറയണം, അവരുടെ ലോസ് ഇനാക്റ്റഡ് ഫോർ ദെയർ വെൽബീയിങ്, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്താണ് എഫക്റ്റീവ്ലി അതെന്താണോ കാര്യക്ഷമമായിട്ട് നമ്മുടെ രാജ്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ന്യൂനപക്ഷ കമ്മീഷൻ. ഇതാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ടു എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ റിലീജിയസ് അല്ലെ, നമ്മൾ പറഞ്ഞു മതപരമായിട്ടുള്ള ക്ഷേമങ്ങളിൽ ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണണം അല്ലെ. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആൻഡ് കൾച്ചറൽ സാംസ്കാരികപരമായിട്ടുള്ള മൈനോറിറ്റീസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പുള്ള മൈനോറിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടില്? റിലീജിയസ് മതപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്, ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്, പിന്നെ ആരുണ്ട് കൾച്ചറൽ ന്യൂനപക്ഷങ്ങളുണ്ട്, സാംസ്കാരികപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. പിന്നീട് ആരുണ്ട് മൈനോറിറ്റീസ് ബൈ പ്രൊട്ടക്ടിങ് ദയർ റൈറ്റ്സ്, ഇവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം അല്ലെ. മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കുന്നു. അടുത്തത് എന്താ? To ensure the participation and inclusion of all sections of the people, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെയും ഇൻക്ലൂഷനിലെ അവരുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും അതുപോലെ ഉൾച്ചേരലും ഉറപ്പുവരുത്തുന്നു ആര്? മൈനോറിറ്റി കമ്മീഷൻ അല്ലെ, ന്യൂനപക്ഷ കമ്മീഷൻ. പിന്നെ അടുത്ത എന്താണ്? ടു എൻഷുർ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് ഓഫ് ദ മൈനോറിറ്റി, ന്യൂനപക്ഷ
ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനവും പുരോഗതിയും ഉറപ്പുവരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനവും പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ന്യൂനപക്ഷ കമ്മീഷനാണ്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. പിന്നെന്താണ്? ടു ക്രിയേറ്റ് ജനറൽ അവയർനെസ് ദാറ്റ് ദ മൈനോറിറ്റി വെൽഫെയർ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെജോറിറ്റി. ഈ മൈനോറിറ്റി ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കലൊക്കെ മെജോറിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുകയും ചെയ്യണം. അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു കോമ്പോസിഷൻ എന്ത് ചെയ്യാം നോക്കാം. ദി നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. എന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഓരോ കമ്മീഷൻസ് പഠിക്കുമ്പോഴും അല്ലെ, നമ്മൾ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചു, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു, വനിതാ കമ്മീഷൻ പഠിച്ചു, ഇപ്പൊ ഏതാ പഠിക്കുന്നത്? ന്യൂനപക്ഷ കമ്മീഷനാണ്. ഓരോ കമ്മീഷൻസ് പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് പഠിക്കണം. അല്ലെ? ഈ കമ്മീഷൻസ് ഒക്കെ രൂപീകരിച്ച വർഷങ്ങൾ കമ്പയർ ചെയ്യണം. ഇതിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ കാലാവധി എത്ര എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ കമ്പയർ ചെയ്യണം. അങ്ങനെ ഓരോരോ കമ്മീഷൻസും കമ്പയർ ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് നമുക്ക് മാറി പോകും. അല്ലെ? ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ടേബിളിൽ എല്ലാ കമ്മീഷൻസും അവരുടെ കാലാവധി, ചെയർമാന്, അംഗങ്ങളുടെ എണ്ണം, അംഗങ്ങളുടെ കാലാവധി, യോഗ്യതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നല്ല അടിപൊളിയായിട്ട് മക്കൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അവ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ came to existence on 17th May 1993. 1993 മെയ് 17-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂനപക്ഷ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ. ഇതിനെന്തുണ്ട്? ഒരു ചെയർപേഴ്സണും ഉണ്ട്, പിന്നെ എ വൈസ് ചെയർപേഴ്സണും ആൻഡ് 5 മെമ്പേഴ്സും. അപ്പൊ ടോട്ടൽ എത്ര അംഗങ്ങളുണ്ട്? 7 മെമ്പേഴ്സ്. അല്ലെ? 7 മെമ്പേർഡ് ബോഡിയാണ് ഇത്. 7 അംഗ സഭ അല്ലെങ്കിൽ 7 അംഗ സമിതിയാണ് ഇത് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. ഒരു എന്തുണ്ട്? മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, മറ്റ് 5 അംഗങ്ങളുണ്ട്. അങ്ങനെ മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങള്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഓർമ്മയുണ്ടോ? എത്ര അംഗങ്ങളാ? 3 അംഗങ്ങൾ. അല്ലെ? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ വനിതാ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഇതൊന്നും എന്ത് ചെയ്യരുത്? മാറിപ്പോവരുത് കേട്ടോ. അപ്പൊ ഇവിടെ ന്യൂനപക്ഷ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 7 മെമ്പേഴ്സ്. ആരാണ്? ഒരു ചെയർപേഴ്സണും ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 5 അംഗങ്ങളും. അങ്ങനെ ഉൾപ്പെടെ എത്ര ഉണ്ടാവും? 7 ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നോമിനേഷൻ ബൈ ദ ആരാണ് ഈ അംഗങ്ങളെ എന്ത് ചെയ്യുന്നത്? നിർദ്ദേശിക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാരാണ് എന്ത് ചെയ്യുന്നത്? അംഗങ്ങളെ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അല്ലെ? അപ്പൊ നോമിനേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, ഇവിടെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എന്നാണ്. നോമിനേഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അല്ലെ? അപ്പം ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, അവരെ നോമിനേഷൻ ചെയ്യുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അവരെ നിയമിക്കുന്നത്, അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ദർ ടേം ഓഫ് ഓഫീസ് എന്താണ്? 3 വർഷമാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഒന്നും കൂടി പറഞ്ഞേരി. മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞേരി. ഏത് വർഷം, ഏത് ഡേറ്റിലാണ് മൈനോറിറ്റി കമ്മീഷൻ രൂപീകരിച്ചത്? ഏത് വർഷ? 1993 മെയ് 17-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? മൈനോറിറ്റി കമ്മീഷൻ രൂപീകരിക്കുന്നത്. എത്ര അംഗങ്ങളാ? 7 അംഗങ്ങൾ. അല്ലെ? ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും 5 അംഗങ്ങളും ഉൾപ്പെടെ മൊത്തം 7 അംഗങ്ങളാണ് എവിടെ ഉള്ളത്? നമ്മുടെ മൈനോറിറ്റി കമ്മീഷനിലുള്ളത്. അല്ലെ? ഇവരെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. പക്ഷെ ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാ? അത് കേന്ദ്ര സർക്കാരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവരുടെ കാലാവധിയോ 3 വർഷ കാലാവധിയാണ്. ഓക്കെ, ടേം ഓഫ് ടെന്യൂർ. അല്ലെ? ദർ ടേം ഓഫ് ഓഫീസ് എത്രയാണ്? 3 വർഷമാണ്. ഇനി അടുത്തത് എന്താണ്? ചുമതലകള്, ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മൈനോറിറ്റി കമ്മീഷൻ? അല്ലെ? അതായത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന മൈനോറിറ്റി ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം?
എന്താണ് പരീക്ഷയ്ക്ക് ചോദ്യം വരട്ടോ മക്കളെ. ചുമതലകൾ ഏതെങ്കിലും ഒരു കമ്മീഷന്റെ ചുമതലകൾ എന്തായിട്ട് ഒരു പരീക്ഷയ്ക്ക് വരും. അരക്കൊല്ല പരീക്ഷയ്ക്ക് എന്തായാലും തരും ഒരു കമ്മീഷൻ വരും, പിന്നെ കൊല്ല പരീക്ഷയ്ക്ക് വേറൊരു കമ്മീഷൻ വരും. എന്ത് ചെയ്യും? അപ്പൊ എന്തായാലും കമ്മീഷന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. കമ്മീഷന്റെ ചുമതലകൾ ഉറപ്പാണ് കേട്ടോ. മാറിപ്പോവരുത്, മറക്കരുത്, എഴുതി പഠിക്കന്നെ വേണം കേട്ടോ. എന്റെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞു പഠിക്കണേ. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ, മൈൻഡിൽ നിൽക്കുള്ളൂ. മറ്റത് എന്ത് ചെയ്യും, ഒരു കഥ പോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, മൈൻഡിലുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യില്ല, പേപ്പറിലേക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റൂല. എഴുതി പിടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പഠിക്കുക, ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കട്ടോ. അപ്പൊ എന്താ, ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി എന്ത് ചെയ്യുക, വിലയിരുത്തുക. അല്ലെ, ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഇത് ആരുടെ ഫംഗ്ഷൻ ആണ്? മൈനോറിറ്റി കമ്മീഷന്റെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തത് എന്താണ്? ഇവാലുവേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളിലെ അതൊക്കെ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ടോ, അതൊക്കെ എന്തുന്നുണ്ട്, രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അല്ലെ, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക. ഇതെന്താണ്, ഫംഗ്ഷൻ ആണ്. ആരുടെ? മൈനോറിറ്റി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്താ? അടുത്ത ഫംഗ്ഷൻ എന്താ? സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ ദ ഇഷ്യൂ ആൻഡ് ക്രൈസിസ് ഫേസ്ഡ് ബൈ മൈനോറിറ്റീസ് ഫ്രം ടൈം ടു ടൈം, അതായത് മൈനോറിറ്റി കമ്മീഷൻസ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈം ടു ടൈം എന്ത് ചെയ്യുക, ഇവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെ, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ എന്ത് ചെയ്യാം, സമർപ്പിക്കുക. അല്ലെ, പിന്നെ അടുത്ത പോയിന്റ് എന്താ? എക്സാമിൻ ദ കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദ ഫർദർ ആക്ഷൻ. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും പിന്നെ തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. പിന്നെ submit suggestions for the upkeep of the protection of minorities, ന്യൂനപക്ഷങ്ങൾക്കുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, സമർപ്പിക്കുക. മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. അതായത് നമ്മളോട് ചോദിക്കുകയാണ്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവരുടെ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാ ചോദിച്ചാൽ നമ്മൾ എഴുതും. എന്തൊക്കെയാ എഴുതും? നമ്മൾ എന്തൊക്കെ എഴുതാ? പറഞ്ഞു തരിക. എന്തൊക്കെയാ? ജയിലുകൾ സന്ദർശിക്കും. അല്ലെ, ടു വിസിറ്റ് ജയിൽ. പിന്നെന്താണ്? റിഹാബിലിറ്റേഷൻ സെന്ററുകൾ, അല്ലെ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യും, സന്ദർശിച്ചിട്ട് അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചെയ്യും, ഉറപ്പുവരുത്തും. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളുടെ മുകളിൽ എന്ത് ചെയ്യും, അന്വേഷണങ്ങൾ നടത്തുക. അല്ലെ, അപ്പൊ എന്ത് ചെയ്യും, അതേ പോയിന്റ് ഇവിടെ എഴുതിക്കൂടെ? വനിതാ കമ്മീഷനിൽ എഴുതിക്കൂടെ? ഏത്? വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, വനിതകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ എന്ത് ചെയ്യുക, അന്വേഷണം നടത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ എന്താണ്, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ എന്ത് ചെയ്യുക, അന്വേഷണം നടത്തുക. വനിതകളുടെ കേസ് നമ്മൾ പറഞ്ഞു, അവർക്കുള്ള നിയമങ്ങൾ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുക. ആ നിയമങ്ങളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അമെന്മെന്റുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതേപോലെ എന്താണ്, ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ടോ, ആ നിയമങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അല്ല, അപ്പൊ ഒരുപാട് ഫങ്ഷൻസ് ഒരു വിധപ്പെട്ട എല്ലാ കമ്മീഷനുകളിലും എന്താണ്, കോമൺ ആണ്, സെയിം ആണ്. അവിടെ എന്ത് ചെയ്യുക, ആ ടേം മാറ്റിയാൽ മതി. അല്ലെ, ഇപ്പൊ ഇവിടെ എന്താണ്, സബ്മിറ്റ് റിപ്പോർട്ട്സ് ഓൺ ദ ഇഷ്യൂസ് ആൻഡ് ക്രൈസിസ് ഫേസ്ഡ് ബൈ മൈനോറിറ്റീസ് എന്നല്ലേ. ഈ മൈനോറിറ്റീസ് എന്ന് മാറ്റിയിട്ട് നിങ്ങൾ അവിടെ ആരെ ചേർക്കുക, വനിതകളെ ചേർക്കുക, അല്ലെ, വിമൻസിനെ ചേർക്കുക, അല്ലെങ്കിൽ ആരെ ചേർക്കുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ SC ST കമ്മീഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യുക, അവിടെ ചേർക്കുക. അപ്പൊ ഏതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ ആ ഒരു വിഭാഗത്തെ, ആ ഒരു കമ്മീഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉൾപ്പെടുത്തുക. അപ്പൊ ഒരുപാട് പോയിന്റുകൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓരോരോ എല്ലാ കമ്മീഷനിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർലാപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട്. അല്ലെ, റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ മൈനോറിറ്റി എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, വിമൻ ആക്കേണ്ടി വരും. വിമൻ എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മനുഷ്യാവകാശങ്ങളാക്കേണ്ടി വരും. പിന്നെ അവിടെ ഷെഡ്യൂൾഡ് ട്രൈബ് കയറ്റാം, നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് കയറ്റാം, ബാക്ക്വേർഡ് ക്ലാസ്, NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, മാറ്റിയിട്ട് ഫംഗ്ഷനുകളൊക്കെ എന്ത് ചെയ്യുക, ഒരുവിധം എല്ലായിടത്തും എന്താണ്, സെയിം ആണ്, കോമൺ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പോയിന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും കേട്ടോ മക്കളെ. അതെന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത പോയിന്റ് ഇത് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും. അല്ലെ, അതായത്
അടുത്തൊരു കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് പോലെ അപ്പൊ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് SC/ST കമ്മീഷൻസ്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ പ്രാധാന്യം എന്ത്? എന്താ പ്രാധാന്യം? ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളിലെ ഈ ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക, അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കുക, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക, അല്ലെ? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷനാണ് ഇത് കമ്മീഷൻ ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി കമ്മീഷൻ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികവർഗ കമ്മീഷനുകൾ എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? പ്രൊട്ടക്ടിങ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫ്രം ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ. നമുക്കറിയാം ഈ പട്ടികജാതി പട്ടിക വിഭാഗ വർഗങ്ങളിൽപ്പെട്ട നമ്മുടെ SC/ST മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നേരിട്ടിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, എല്ലാരെ പോലെ വിവേചനങ്ങൾ ഇല്ലാതെ എന്ത് ചെയ്യണം, ഇവരെ മുന്നേറ്റ നിരയിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം അല്ലെ. വിവേചനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചൂഷണങ്ങളിൽ നിന്ന്, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു മാനസിക പരിഗണനക്ക് കൊടുത്തിട്ട് സമൂഹത്തിന്റെ ഉന്നത നിലകളിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഇവരെ അംഗീകരിക്കണം. കാരണം എന്താണ്, ഇവർക്കും അതിനൊക്കെയുള്ള അവകാശങ്ങളുണ്ട്. ഓക്കെ, റെഡിയല്ല? അപ്പം പ്രൊട്ടക്ടിങ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫ്രം ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം അല്ലെ. അടുത്തത് എന്താണ്, ബ്രിങ്ങിങ് ദം ടു ദ മെയിൻ സ്ട്രീം ഓഫ് ദ സൊസൈറ്റി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എന്ത് വേണം, കൊണ്ടുവരണം. അടുത്തത് എന്താണ്, ടു പ്രൊട്ടക്ട് അല്ലെ, ടു പ്രൊട്ടക്ട് ദെയർ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഐഡന്റിറ്റീസ്. അതായത് ഈ SC/ST വിഭാഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ഉത്സവങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ട്രൈബുകളുണ്ട്, അവർക്ക് ഒരുപാട് ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ അല്ലെ, അവരുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷൻസ് ഇതൊക്കെ വേണം, സംരക്ഷിക്കപ്പെടണം. അവർക്ക് സ്വന്തമായിട്ട് ചില പ്രാദേശിക ഭാഷകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഭാഷകൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കപ്പെടണം. അവർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യണം, സംരക്ഷിക്കപ്പെടണം. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അല്ലെ. അപ്പൊ ടു പ്രൊട്ടക്ട് ദെയർ കൾച്ചറൽ, അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള അവരുടെ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ട് അല്ലെ, ഒരുപാട് വെറൈറ്റി കലാരൂപങ്ങൾ എവിടെ ഉണ്ട്, ഈ നമ്മുടെ ഈ SC/ST സുഹൃത്തുക്കൾക്കിടയിലൊക്കെ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരുപാട് കലകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം. ആ ഒരു പൈതൃകം എന്ത് ചെയ്യണം, നിലനിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യണം, സമൂഹത്തിന്റെ മുന്നേറ്റത്തിലേക്ക് എന്ത് വേണം, കൊണ്ടുവരണം അല്ലെ. പ്രൊട്ടക്ട് ദെയർ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഐഡന്റിറ്റീസ്, അവരുടെ സാംസ്കാരിക വൈദഗ്ധ്യം അല്ലെ, സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അടുത്തത് എന്താണ്, ടു എൻഷ്യൂർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സോഷ്യലി മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഈ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം അല്ലെ. ഇവരെപ്പോഴും ഇങ്ങനെ പിന്നോട്ടേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. ചരിത്രത്തിന്റെ താളുകളിൽ എപ്പോഴോ എവിടെയോ എന്താണ് ഇവർ പിന്നോക്ക നിലയിലേക്ക് സമൂഹം മുദ്ര കുത്തിയതാണ് അവരെ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, പിന്നോക്കം പോയതാണ്. പക്ഷെ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, നമ്മുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവർ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അവരുടെ നമ്മുടെ സോഷ്യലി മാർജിനലൈസ് ആയതായിട്ടുള്ള അല്ലെ, നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ആളുകൾ എന്ത് ചെയ്യണം, സമൂഹത്തിന്റെ മുന്നേറ്റ നിരത്തിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം അല്ലെ. ടു എൻഷ്യൂർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സോഷ്യലി മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി അല്ലെ. റെഡി അല്ലേ? ഇനി അടുത്ത എന്താ, ദർ ട്രഡീഷണൽ നോളജ്, അവർക്ക് എന്തുണ്ട്, ഒരുപാട് അറിവുകൾ ഉണ്ട് അല്ലെ. അവർക്ക് എന്തുണ്ട്, അവരുടെ പരമ്പരാഗതമായിട്ട് ഒരുപാട് അറിവുകൾ, മെഡിസിൻസിനെ കുറിച്ചിട്ടൊക്കെ എന്തുണ്ട്, അറിവുണ്ട്. കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ST വിഭാഗത്തിലൊക്കെപ്പെട്ട ആളുകൾ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കലുണ്ട്. കാരണം എന്താ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്കറിയാം. കാരണം എന്താ, ഇവരുടെ മൃഗങ്ങളുടെ കൂട്ടത്തിലും കാടുമായി ബന്ധപ്പെട്ടും കാടിലെ വിഭവങ്ങൾ ശേഖരിച്ചൊക്കെ ജീവിച്ചു വന്നിട്ടുള്ള ആളുകൾ. അപ്പൊ നമുക്കറിയാത്ത ഒരുപാട് വിവരങ്ങൾ കാടിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാടിന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ അവരിൽ നിന്നുള്ള ഈ വിവരങ്ങൾ, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സംസ്കാരം, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം അല്ലെ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകളെ പറ്റിയിട്ടും ചെടികളെ കുറിച്ചിട്ടും
കാട്ടിലെ മൃഗങ്ങളെ കുറിച്ചിട്ടും കാടിന്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടും റൂട്ടിനെ കുറിച്ചിട്ടും ഒക്കെ ആർക്കറിയാം ഈ ഷെഡ്യൂൾഡ് ട്രൈബിലൊക്കെ പെട്ട ആളുകൾക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം അല്ലെ. ഇതൊക്കെ സംരക്ഷിച്ചു കൊണ്ട് എന്ത് ചെയ്യണം? അവരെ മുന്നേറ്റ നിരയിലേക്ക് എന്ത് വേണം? കൊണ്ടുവരണം അല്ലെ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സാംസ്കാരിക തനിമയും എന്ത് ചെയ്യണം? നഷ്ടപ്പെടാതെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അടുത്ത എന്താ? ടു എൻഷുറിംഗ് ദെയർ ഇൻക്ലൂഷൻ ഇൻ മോഡേൺ സൊസൈറ്റി. ആധുനിക സമൂഹത്തിൽ ഇവരുടെ ഉൾച്ചേരുകൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം അല്ലെ. പിന്നെ എന്താണ്? ഇലക്ഷനുകളിലൊക്കെ എന്തുണ്ട്? സംവരണമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ നിയമസഭകളിലൊക്കെ എത്തുന്നുണ്ട്. ഈ നമ്മുടെ SC/ST വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ അവർക്ക് എന്ത് ചെയ്യാണ്? നിയമസഭകളിലൊക്കെ എന്ത് ചെയ്യാണ്? വേദിയും പിന്നെ അവസരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? കിട്ടുകയാണ് അല്ലെ. പിന്നെ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില ആക്ടുകളുണ്ട്, ചില നിയമങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോ വനിതാ കമ്മീഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മൾ ഗാർഹിക പീഡന നിരോധന നിയമം പറഞ്ഞു, സ്ത്രീധന നിരോധന നിയമം പറഞ്ഞു. ഏത് വർഷമായിരുന്നു? ഏത് വർഷ പറഞ്ഞുള്ളൂ? 1961 1961 അല്ലെ. എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമം 2005 അല്ലെ. പിന്നെ പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ജനപ്രാതിനിധ്യ നിയമം, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് അല്ലെ. പിന്നെന്താ പറഞ്ഞു? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അല്ലെ. മനുഷ്യാവകാശ സംരക്ഷണ നിയമമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്ത്? ഈ SC/ST കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്തുണ്ട്? ചില നിയമങ്ങൾ, ചില ആക്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? നമുക്ക് നോക്കാം. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989, പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. എന്താണെന്ന് നോക്കാം. അതിന്റെ മെയിൻ ലക്ഷ്യം, മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദ SCs ആൻഡ് STs അല്ലെ. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും നേരിടുന്ന പ്രശ്നങ്ങളിലെ അവർ നേരിടുന്ന അട്രോസിറ്റീസ്, അതിക്രമങ്ങളിലെ അതൊക്കെ എന്ത് ചെയ്യുക? തടയുക. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC and ST. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ത് ചെയ്യണം? തടയണം. പിന്നെ എസ്റ്റാബ്ലിഷിംഗ് സ്പെഷ്യൽ കോഡ്സ് ഫോർ ദ ഹാൻഡ്ലിംഗ് ക്രൈംസ് അഗെയിൻസ്റ്റ് ദം. അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇവരെ ആക്രമിച്ച ആളുകളെ വിചാരണ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്പെഷ്യൽ കോർട്ടുകൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം അല്ലെ. എന്ത്? ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്നൊക്കെ പറയുന്ന ആക്ടാണ് ഇത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ആക്ട്, SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം ഇവര്? അടുത്ത ഉത്തരവാദിത്തം എന്താ? ടേക്കിംഗ് സ്റ്റെപ്സ് ഫോർ ദർ വെൽ ബീയിങ് ആൻഡ് റിഹാബിലിറ്റേഷൻ അല്ലെ. ഇവരുടെ സ്വാസ്ഥ്യ വ്യവസ്ഥയ്ക്കും അതുപോലെ പുനരധിവാസത്തിനും എന്ത് ചെയ്യണം? നടപടികൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. Then this act define and crimes committed against the SCs and STs sections. ഈ നിയമം എന്ത് ചെയ്യുന്നു? ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്കും നേരെയുള്ള അതിക്രമത്തിനും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികളെ കുറിച്ച് എന്തെല്ലാമെന്നും എന്ത് ചെയ്യുന്നു? പറയുന്നു അല്ലെ. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ടും നിയമലംഘനങ്ങൾ എന്താണെന്നും കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു അല്ലെ. അതായത് പട്ടിക അതിക്രമം എന്താണ് അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള അതിക്രമങ്ങളാണ്, നിയമലംഘനങ്ങളാണ് ഇവർക്കെതിരെ നടത്തുന്നതെന്നും അതിനുള്ള കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ആക്ടില് പ്രതിപാദിക്കുന്നു അല്ലെ. പിന്നെ സ്റ്റിപ്പുലേറ്റ്സ് ദ പ്രോസസ് ഫോർ ദെയർ റിഹാബിലിറ്റേഷൻ. ഇവരുടെ പുനരധിവാസം എങ്ങനെയാണെന്നിരിക്കണം വ്യവസ്ഥകൾ ആര് മുന്നോട്ട് വെക്കുന്നു? ഈ ഒരു നിയമം അല്ലെ. അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ആക്ട് എന്ന 1989 എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വെക്കുന്നു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? SC/ST കമ്മീഷനുകളെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ട്? SC/ST കമ്മീഷൻ. ഈ SC/ST കമ്മീഷന് ആദ്യം നിലവിൽ വന്ന സമയത്ത് എന്തായിരുന്നു അറിയോ? SC/ST കമ്മീഷൻ ഒരൊറ്റ കമ്മീഷൻ ആയിരുന്നു. SC/ST പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ള ഒരൊറ്റ കമ്മീഷൻ ആയിരുന്നു. ആർട്ടിക്കിൾ 338 പ്രകാരം രൂപീകരിച്ചിട്ടുള്ളതായിരുന്നു അല്ലെ. ഇതെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. ആർട്ടിക്കിൾ 338 പ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ഒരൊറ്റ ബോഡി ആയിരുന്നു ഇത്, നാഷണൽ കമ്മീഷൻ ഫോർ SC and ST. പക്ഷെ
പിന്നീട് ഇത് എന്ത് ചെയ്യാണ് 2004 ഇത് എന്ത് ചെയ്യാണ് 2004 SC-ക്കും ST-ക്കും സെപ്പറേറ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും പട്ടികജാതിക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കും സെപ്പറേറ്റ് കമ്മീഷൻ എന്ത് ചെയ്യാണ് രൂപപ്പെടുത്തുകയാണ് അല്ലെ. ആ കമ്മീഷൻസ് ഏതാണ് 338 എന്താണ് പട്ടികജാതി കമ്മീഷനൊക്കെ 338 അതേമാതിരി 338A ഇങ്ങനെ 2 ആർട്ടിക്കിളുകളൊക്കെ വെച്ചിട്ട് പിന്നെ അത് എന്ത് ചെയ്യാണ് ഡിവിഷൻ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം കെയിം ടു എക്സിസ്റ്റൻസ് എന്നാണ് 2004 എന്ത് ചെയ്യുന്നത് SC/ST കമ്മീഷൻ നിലവിൽ വരുന്നത്. SC-ക്കും ST-ക്കും 2 കമ്മീഷൻ ഉണ്ട് കേട്ടോ. ST കമ്മീഷൻ വേറെയാണ്, ST കമ്മീഷൻ വേറെയാണ്. തുടങ്ങിയ സമയത്ത് രണ്ടും ഒന്നായിരുന്നു, പക്ഷെ നിലവിൽ എന്താണ് രണ്ടും 2 കമ്മീഷനാണ്. ഈ 2 കമ്മീഷനും രൂപപ്പെട്ടത് തന്നെയാണ് 2004 തന്നെയാണ്. രണ്ടിലെയും കോമ്പോസിഷൻ സെയിം തന്നെയാണ്. രണ്ടിൽ എന്താണ് 5 അംഗങ്ങളാണ് രണ്ടിലുള്ളത് അല്ലെ. ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും 3 അതർ മെമ്പേഴ്സും അടങ്ങുന്ന അല്ലെ. അതായത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉൾപ്പെടെ 5 അംഗങ്ങളാണ് SC കമ്മീഷനിലും ഉള്ളത്, അതുപോലെ ST കമ്മീഷനിലും ഉള്ളത് അല്ലെ. അപ്പോയിന്റ്മെന്റ് ബൈ പ്രസിഡന്റ് അല്ലെ. ഇവർ ആരാ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത്. പിന്നെ ടെന്യൂർ ഓഫ് സർവീസ്, അവരുടെ കാലാവധി ഡ്യൂറേഷൻ എത്രയാണ്? 3 വർഷ കാലാവധിയാണ്. SC കമ്മീഷനും ST കമ്മീഷന്റെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് പഠിക്കണം. അതായത് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എത്ര വർഷാന്ന് പറഞ്ഞു അല്ലെ. എത്ര വർഷ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? എത്ര വർഷ? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു. അവിടെ എത്ര വർഷ? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? വനിതാ കമ്മീഷൻ പഠിച്ചു അല്ലെ. അവിടെ എത്ര വർഷ ഓർമ്മ ഉണ്ടോ? അങ്ങനെ എന്ത് ചെയ്യാണ് ഓരോ സ്ഥലത്തും എന്ത് ചെയ്യാണ്. പിന്നെ നമ്മൾ ന്യൂനപക്ഷ കമ്മീഷൻ പഠിച്ചു. എത്ര വർഷ? 3 വർഷം അല്ലെ. പിന്നെ ഇപ്പൊ നമ്മൾ എവിടേക്ക് എത്തി? SC/ST കമ്മീഷൻ എത്തി. ഇവിടെ എത്ര വർഷ? 3 വർഷം. അപ്പം SC/ST കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. അംഗങ്ങൾ എത്രയാണ്? 5 അംഗങ്ങളാണ് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, മൈനോറിറ്റി കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? നമുക്ക് ഓർമ്മ ഉണ്ടാവും നോക്കട്ടെ. ന്യൂനപക്ഷ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? എത്ര? 7 അല്ലെ. 7 മെമ്പേഴ്സ്. ഒരു ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? മൊത്തം 7 അംഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യരുത്, ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും മാറിപ്പോകും കേട്ടോ. ഇനി SC/ST കമ്മീഷന്റെ ചുമതലകൾ അല്ലെ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷന്റെ ഫംഗ്ഷനുകൾ, അതിന്റെ ചുമതലകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് എല്ലാ കമ്മീഷന്റെയും ചുമതലകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം സാധ്യത ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഇൻക്വയർ ഇൻ ടു ദ കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് ദ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക അല്ലെ. ഇൻക്വയർ എന്ത് അന്വേഷിക്കുക? കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് ദ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു regarding atrocities of against ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ അല്ലെ. അവിടെ മൈനോറിറ്റി നോക്കുക. അപ്പൊ എന്ത് ചെയ്യും? മൈനോറിറ്റി കമ്മീഷന്റെ ചുമതലയായി അല്ലെ. അവിടെ നമ്മൾ എന്ത് ചെയ്യാ? മനുഷ്യന്റെ ഹ്യൂമൻ എന്തായി? മനുഷ്യാവകാശ കമ്മീഷനായി അല്ലെ. അല്ലെങ്കിൽ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വിമൻ എന്നാണെങ്കിൽ എന്തായി? അതെന്തായി? വിമൻ കമ്മീഷന്റെ ചുമതലയായി. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പോയിന്റ് പഠിച്ചാൽ തന്നെ ആ പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കമ്മീഷന്റെയും ഫംഗ്ഷനുകളിൽ ചുമതലകളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡിയകൾ ഉപയോഗിക്കണം. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടെ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളത് എന്താണ് പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം? പഠിക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? എളുപ്പമാവും കാര്യങ്ങൾ. അപ്പൊ ഇൻക്വയർ ഇൻ ടു ദ കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് ദ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഇനി അടുത്തൊരു പോയിന്റ് എന്താ? Evaluate the effectiveness in the functioning of the constitutional provisions and laws for the welfare of the scheduled caste and scheduled tribe. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അവരുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പാക്കുന്നുവെന്ന് എന്ത് ചെയ്യണം? വിലയിരുത്തണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഭരണഘടന മറ്റു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുകളൊക്കെ അല്ലെ, ആ ബോഡീസിലൊക്കെ എന്ത് ചെയ്യണം? മൈനോറിറ്റി കമ്മീഷൻ ഒരു ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് SC/ST കമ്മീഷനിലൊക്കെ ചുമതലകളൊക്കെ എന്ത് ചെയ്യണം? ഇതുപോലെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തെന്താ?
അടുത്തത് സബ്മിറ്റ് റിപ്പോർട്ട്സ് ദ ഗവൺമെന്റ് ഓൺ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് സജഷൻ ഫോർ ദെയർ റെമഡീസ്. അതായത് പട്ടികജാതി പട്ടിക വിഭാഗക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം, സർക്കാരുകൾക്ക് എന്ത് ചെയ്യണം, സമർപ്പിക്കണം. പിന്നെന്ത് ചെയ്യാണ്, കോർഡിനേറ്റ് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ദ എഫേർട്ട് ഫോർ ദ വെൽഫെയർ അല്ലെ, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പ്രൊട്ടക്ഷൻ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം അതുപോലെ സംരക്ഷണം ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, ഏകോപിപ്പിക്കുക. അതായത് കോർഡിനേറ്റ് ചെയ്യുക അല്ലെ, കോർഡിനേറ്റ് ദ എഫേർട്സ് ഫോർ ദ വെൽഫെയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഇതൊക്കെ എന്താണ് SC/ST കമ്മീഷന്റെ പ്രധാനപ്പെട്ട എന്താണ് ചുമതലകളിൽ പെട്ടതാണ് അല്ലെ. അപ്പൊ ഇത്രക്കാണ് എന്ത് SC/ST കമ്മീഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ SC/ST കമ്മീഷന്റെ ചുമതലകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. SC/ST കമ്മീഷന്റെ ആ ഒരു കോമ്പോസിഷൻ അല്ലെ, അവരുടെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. പിന്നെ ഏത് നിയമപ്രകാരം എന്ത് SC/ST കമ്മീഷൻ അതിക്രമങ്ങൾ തടയൽ നിയമം അല്ലെ, ഈ നിയമങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ SC/ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചെറിയ ടോപ്പിക് കൂടി പെൻഡിങ് ഉണ്ട്. അതെന്ത് ചെയ്യാം, അതുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. എല്ലാ മക്കൾക്കും എന്താണ് എൻ്റെ ഓൾ ദി ബെസ്റ്റ്.